നമസ്കാരം. പ്രിയ കോവിലകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പ്രിയ കൃഷ്ണ. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു കവാടം, പ്രകൃതിയുടെ അത്ഭുതം, ആത്മീയതയുടെ കേന്ദ്രം, അത്തരം ഒരിടം നമ്മുടെ ഭൂമിയിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടിക്ക് സമുദ്രനിരപ്പിൽ നിന്ന് 8848 മീറ്റർ ഉയരമാണുള്ളത്. അതിൽ ഏകദേശം 5000-ലധികം പേർ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളും 2000 മീറ്റർ ഉയരക്കുറവുള്ള 6638 മീറ്റർ ഉയരം മാത്രമുള്ള ഒരു പർവ്വതം. ഇതുവരെയും ഒരു മനുഷ്യൻ പോലും അതിന്റെ നെറുകയിൽ എത്തിയിട്ടില്ല എന്നത് വസ്തുത. ലോകത്ത് എത്രയോ പർവ്വതങ്ങളും മലനിരകളും ഒക്കെ ഉണ്ട്, എന്നാലും ഇത്രയും നിഗൂഢമായ ഒരു പർവ്വതം വേറെയില്ല. മഞ്ഞ് മലകളുടെ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന ആ പർവ്വതം, അതാണ് കൈലാസ പർവ്വതം. കൈലാസ പർവ്വതത്തിന്റെ നിഗൂഢതകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ. ഹിമാലയൻ സാനുക്കളിൽ ടിബറ്റൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ ഭാഗത്തായി കാണുന്ന ട്രാൻസ് മലനിരകളിലാണ് കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദികളായ സിന്ധു, സത്ലജ്, ബ്രഹ്മപുത്ര, കർണാലി തുടങ്ങിയ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് കൈലാസ പർവ്വതത്തിന്റെ പരിസരങ്ങളിൽ നിന്നാണ്. കൈലാസ പർവ്വതത്തിൽ ഏറ്റവും സവിശേഷമായ 2 തടാകങ്ങളുണ്ട്: മാനസ സരോവരും രാക്ഷസസ്ഥാലും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശുദ്ധജല തടാകമാണ് മാനസ സരോവർ. ബ്രഹ്മദേവൻ സൃഷ്ടിച്ചതാണ് മാനസ സരോവർ എന്നാണ് വിശ്വാസം. ഇതിന്റെ നീളം 26 കിലോമീറ്ററും വീതിയാകട്ടെ 21 കിലോമീറ്ററുമാണ്. ഒരു പിയർ ഫ്രൂട്ടിന്റെ ഷേപ്പാണ് മാനസ സരോവറിനുള്ളത്. എന്നാൽ രാക്ഷസസ്ഥലോ മാനസ സരോവറിൽ നിന്ന് വെറും 1 കിലോമീറ്റർ നീങ്ങി 25 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയുമുള്ള ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഒരു തടാകമാണ് രാക്ഷസസ്ഥൽ. ഇത് രാവണൻ തപസ് ചെയ്ത് സൃഷ്ടിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ഈ 2 തടാകങ്ങൾക്കും പ്രത്യക്ഷത്തിൽ തന്നെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, അതായത് മാനസ സരോവർ വളരെ സൗമ്യമായി ഒഴുകുന്ന ശുദ്ധജല തടാകമാണെങ്കിൽ രാക്ഷസസ്ഥൽ പ്രക്ഷുബ്ധമായി ഒഴുകുന്ന ഉപ്പുജല തടാകമാണ്. നന്മയുടെയും തിന്മയുടെയും പ്രതീകങ്ങളായിട്ടാണ് ഈ 2 തടാകങ്ങളെയും വിശ്വാസികൾ കണക്കാക്കുന്നത്. കൈലാസം സഞ്ചരിച്ച സഞ്ചാരികളുടെ അഭിപ്രായത്തിൽ മാനസ സരോവരിൽ വാസുകി എന്ന സർപ്പം ഇപ്പോഴും ഉണ്ടെന്നാണ്. മാത്രമല്ല, മാനസ സരോവരിൽ ഇറങ്ങുമ്പോൾ ഒരു സർപ്പത്തിൽ ചവിട്ടി നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ടെന്നാണ് സഞ്ചാരികൾ അഭിപ്രായപ്പെടുന്നത്. എപ്പോഴും മാനസ സരോവരിൽ പോസിറ്റീവ് വൈബും അതുപോലെ രാക്ഷസസ്ഥലിലാകട്ടെ എപ്പോഴും ഒരു നെഗറ്റീവ് വൈബും ഉണ്ടാകും എന്നാണ് സഞ്ചാരികളുടെ അഭിപ്രായം. മുമ്പൊക്കെ മാനസ സരോവരിൽ ഭക്തർക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ കഴിയുമായിരുന്നു. എന്നാൽ പവിത്രതയും ശുചിത്വവും ഒക്കെ കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ചൈനീസ് സർക്കാർ ഇപ്പോൾ മാനസ സരോവരിൽ ആരെ ഇറങ്ങാൻ സമ്മതിക്കാറില്ല. കടുത്ത നിയന്ത്രണങ്ങളാണ് മാനസ സരോവരിൽ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഒരു പിരമിഡിന്റെ ആകൃതിയാണ് കൈലാസ പർവ്വതത്തിനുള്ളത്. ഇവിടെ 4 മതങ്ങളുടെ സംയോജനമാണ് കാണാൻ കഴിയുന്നത്: ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, ബോൺ മതം. ഹിന്ദു മതസ്ഥരുടെ വിശ്വാസപ്രകാരം ഭഗവാൻ ശിവന്റെ വാസസ്ഥലമാണ് കൈലാസമെന്നും ബുദ്ധമതക്കാരുടെ ചക്രസംഭര ഇവിടെയാണ് വസിക്കുന്നതെന്നും ജൈനമതക്കാരാവട്ടെ അവരുടെ ആദ്യത്തെ തീർത്ഥങ്കരനായ ഋഷഭദേവൻ മോക്ഷപ്രാപ്തി നേടിയത് കൈലാസത്തിൽ നിന്നുമാണെന്നാണ് വിശ്വസിക്കുന്നത്. ബോൺ മതം എന്നാൽ ടിബറ്റിലെ പ്രാദേശിക മതമാണ്. അവരുടെ വിശ്വാസപ്രകാരം അവരുടെ ആത്മീയ ഗുരു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് കൈലാസം വഴിയാണെന്നാണ്. ഹിന്ദു മതസ്ഥരും ബുദ്ധമതസ്ഥരും ജൈനമതസ്ഥരും കൈലാസത്തെ വലതുവശത്തേക്ക് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബോൺ മതസ്ഥർ കൈലാസത്തിന്റെ ഇടതുവശത്തൂടെയാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. വിശ്വാസങ്ങൾ പല രീതിയിലാണെങ്കിലും ആത്മീയതയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആത്മീയമായി അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് കൈലാസ പർവ്വതം. ഇത്രയും നാൾ വരെയും ഒരു മനുഷ്യൻ പോലും കൈലാസ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ എത്തിയിട്ടില്ല. എന്നാൽ 11ാം നൂറ്റാണ്ടിൽ ടിബറ്റിലെ ഒരു സന്യാസിയായിരുന്ന മിലൈരപ്പ കൈലാസത്തിന്റെ കൊടുമുടിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് സയന്റിഫിക്കായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും യാതൊരുവിധ എവിഡൻസും ഇല്ല. ടിബറ്റൻ ഐതിഹ്യത്തിലാണ് മിലൈരപ്പ കൈലാസ പർവ്വതത്തിന്റെ മുകളിലെത്തി എന്ന് പറയപ്പെടുന്നത്. കൈലാസത്തിന്റെ മുകളിൽ അദ്ദേഹം എത്തുകയും ദൈവങ്ങളെ ശല്യം ചെയ്യരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുമാണ് ടിബറ്റൻ ഐതിഹ്യം പറയുന്നത്. എന്തുകൊണ്ടാണ് സാധാരണക്കാർക്കാർക്കും കൈലാസ പർവ്വതത്തിൽ കയറാൻ കഴിയാത്തത്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഉയരം കൂടുന്നതനുസരിച്ച് അതികഠിനമായ തണുപ്പാണ് കൈലാസ പർവ്വതത്തിലുള്ളത്. മാത്രമല്ല, അന്തരീക്ഷ മർദ്ദത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. ഉയരം കൂടുന്തോറും ഓക്സിജന്റെ ലഭ്യത വളരെ കുറവായിരിക്കും. ഇതൊക്കെ തന്നെയാണ് മനുഷ്യന് കൈലാസ പർവ്വതം അപ്രാപ്യമാക്കി മാറ്റുന്നത്. പല പര്യവേഷകരും കൈലാസ യാത്രയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പാതി വഴിയിൽ ദൗത്യം നിർത്തി തിരികെ വരാറാണ് പതിവ്.
പല പർവ്വത ആരോഹകരും പറയുന്നത് ഒരു നിശ്ചിത ദൂരം കഴിയുമ്പോൾ പർവ്വതം ദിശ മാറുന്നു എന്നും അവരുടെ കോമ്പസ് യഥാവിധി വർക്ക് ചെയ്യാതെ വരികയും ദിശ മാറി എങ്ങോട്ടോ പോയി മഞ്ഞുപാളികൾക്ക് അടിയിൽ അകപ്പെടുന്നു എന്നുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആരും കൂടുതലായി പര്യവേഷണം നടത്താൻ മുതിരാതെ തിരികെ വരുന്നത്. സൈബീരിയയിൽ നിന്നുള്ള ഒരു കൂട്ടം പർവ്വത ആരോഹകർ കൈലാസ പർവ്വതത്തിൽ കയറാൻ പോവുകയും ഒരു നിശ്ചിത ദൂരം കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിൽ തന്നെ പല മാറ്റങ്ങളും ഉണ്ടായതായി അവർ മനസ്സിലാക്കി. ജരാനരകൾ ബാധിക്കുന്നതായിട്ടും പ്രായം കൂടുതൽ തോന്നിക്കുന്നതായിട്ടും ഒക്കെ അവർക്ക് തോന്നി. അങ്ങനെ യാത്ര പകുതി വഴിയിൽ ഉപേക്ഷിച്ച് അവർ തിരികെ മടങ്ങി. ഒരു വർഷത്തിനകം ഈ പര്യവേഷക സംഘത്തിലെ എല്ലാവരും മരണപ്പെടുകയുണ്ടായി. ഇത് കൈലാസ പർവ്വതത്തെക്കുറിച്ചുള്ള ഭീതിയും നിഗൂഢതയും ഒക്കെ ഉയർത്തുന്ന കാര്യങ്ങളാണ്. സാധാരണയായി നമ്മുടെ നഖങ്ങളും തലമുടിയും ഒക്കെ വളരുന്നതിന് 14 ദിവസം എടുക്കുമെങ്കിൽ കൈലാസ പർവ്വതത്തിൽ അത് 12 മണിക്കൂർ കൊണ്ട് സംഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കൈലാസ പർവ്വതത്തിൽ വലിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നും അതുപോലെ ഊർജം ധാരാളമായി പുറപ്പെടുവിക്കുന്നുണ്ട് എന്നുമൊക്കെയാണ് വിശ്വാസം. കൈലാസ പർവ്വതം കീഴടക്കാനായിട്ട് ഒരുപാട് പർവ്വത ആരോഹകരെ ചൈന ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം പാതി വഴിയിൽ ദൗത്യം മതിയാക്കി പോയിട്ടേ ഉള്ളൂ. കൈലാസ പർവ്വതം ഒരു പ്രാവശ്യം ചുറ്റി വരുന്നതിന് 53 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടിയുണ്ട്. ഇതിനെ ഔട്ടർ പരിക്രമണ എന്നാണ് പറയുന്നത്. പിന്നെ ഇന്നർ പരിക്രമണയുണ്ട്. ഇന്നർ പരിക്രമണ നടത്തി വരുന്നവർക്ക് പിന്നീട് ആന്തരികമായ പല അവയവങ്ങൾക്കും, പ്രത്യേകിച്ച് കിഡ്നി, ലിവർ തുടങ്ങിയ അവയവങ്ങൾക്കെല്ലാം ഡാമേജുകൾ ഉണ്ടാകുകയും അത് പിന്നീട് മരണത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത്രയ്ക്കുള്ള എനർജിയാണ് കൈലാസ പർവ്വതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, ലോക പ്രശസ്ത രാഷ്ട്ര നേതാക്കളായ സ്റ്റാലിൻ, അഡോൾഫ് ഹിറ്റ്ലർ ഇവരൊക്കെ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ആയിരുന്നു. എന്നിട്ടും അവർ പല ഗവേഷക സംഘങ്ങളെ ടിബറ്റിലേക്ക് അയച്ചിട്ടുണ്ട്. പ്രധാനമായും കൈലാസ പർവ്വതത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്, അവിടെയുള്ള അമാനുഷിക ശക്തികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ലോകമെമ്പാടുമുള്ള ജനത എത്രത്തോളമാണ് കൈലാസ പർവ്വതത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഇവിടെ എന്തായാലും ഒരു അമാനുഷിക ശക്തി ഉണ്ട് എന്നതിൽ തർക്കമൊന്നുമില്ലാത്ത വിഷയം തന്നെയാണ്. ഇത്രയും ഉയരമായ പർവ്വതമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാലാവസ്ഥയിൽ ഉടനടി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന മഞ്ഞ് വീഴ്ച, ചുഴലിക്കാറ്റ് ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വിമാനങ്ങളും മറ്റും അവരുടെ യാത്രയിൽ നിന്ന് കൈലാസത്തെ മാറ്റി നിർത്താറാണ് പതിവ്. ധാരാളം ഗവേഷകരും മറ്റും കൈലാസ പർവ്വതത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവയിൽ ഏറ്റവും ഡോക്ടർ ഏണസ്റ്റ് മിൽറ്റേഷു ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണം നടത്തിയ ഒരു വ്യക്തി. അദ്ദേഹം റഷ്യക്കാരനായ ഒരു ഓഫ്താൽമോളജിസ്റ്റും സർജനും ഒക്കെ ആയിരുന്നു. 1999 ഒരു സംഘം പര്യവേഷകരെയും നയിച്ചുകൊണ്ട് അദ്ദേഹം കൈലാസത്തിൽ വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ് പിരമിഡ് തിയറി. അതായത് കൈലാസം ഒരു സാധാരണ പർവ്വതമല്ലെന്നും ഇതൊരു പിരമിഡാണെന്നും, മാത്രമല്ല നാച്ചുറലായിട്ടുള്ള ഒരു പിരമിഡല്ല, മറിച്ച് മനുഷ്യനോ മറ്റ് അമാനുഷിക ശക്തികളോ നിർമ്മിച്ചതാവാം ഈ പർവ്വതം എന്നുമാണ് ഡോക്ടറുടെ കണ്ടെത്തൽ. അദ്ദേഹം കൈലാസ പർവ്വതത്തെ ശിവ പിരമിഡ് എന്നാണ് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ എല്ലാ പിരമിഡുകളെയും നിയന്ത്രിക്കുന്നത് കൈലാസ പർവ്വതമാണെന്നാണ്. കൈലാസ പർവ്വതത്തെ സെൻറ്റർ ഓഫ് ദി എർത്ത്, വേൾഡ് പില്ലർ, കോസ്മിക് ആക്സിസ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. കൈലാസ പർവ്വതം മുതൽ ഇന്ത്യയുടെ നോർത്ത് പോളിലേക്കുള്ള ദൂരം 6666 കിലോമീറ്ററാണ്. അതുപോലെ സൗത്ത് പോളിലേക്കുള്ള ദൂരം ഇതിൻ്റെ നേരെ ഇരട്ടിയായ 13332 കിലോമീറ്റർ. പക്ഷേ ഈ കണക്കുകൾക്കൊന്നും സയൻറ്റിഫിക്കലോ ഹിസ്റ്റോറിക്കലോ ആയിട്ടുള്ള യാതൊരു എവിഡൻസും ഇല്ല. ഇതെല്ലാം ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും മാത്രമേ ഉള്ളൂ താനും. എന്തായാലും ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു പർവ്വതമാണ് കൈലാസ പർവ്വതം. ഇനി കൈലാസ പർവ്വതത്തിൽ എങ്ങനെ നമുക്ക് എത്തിച്ചേരാം? 2 രീതിയിൽ കൈലാസത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. ഒന്ന്, നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് വിമാനമാർഗമോ കരമാർഗമോ കൈലാസ പർവ്വതത്തിൽ എത്തിച്ചേരാം. മറ്റൊന്ന്, ഉത്തരാഖണ്ഡിലെ ലിപ്ലിക് പാസ് വഴിയോ സിക്കിമിലെ നാഥുല പാസ് വഴിയോ പോവാം. ഓരോ ടൂർ പാക്കേജുകൾ പ്രകാരവും നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ അനുസരിച്ചും കൈലാസ യാത്രയ്ക്കുള്ള നിരക്ക് വ്യത്യാസപ്പെട്ടിരിക്കും. 2.5 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെയാണ് കൈലാസത്തിൽ പോകാനുള്ള നിരക്ക്. 18 വയസ്സ് മുതൽ 69 വയസ്സ് വരെയുള്ളവർക്കാണ് കൈലാസത്തിൽ പോകാൻ സാധിക്കുക. കൃത്യമായ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും കൈലാസ യാത്ര പോകാൻ സാധിക്കുക. അത്രയും ദുഷ്കരമായതും വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരം അത്രയ്ക്ക് ഫിറ്റ് ആണെങ്കിൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ടിബറ്റൻ സ്വയംഭരണ പ്രദേശമാണ് കൈലാസം. മുമ്പ് ഒരുപാട് പര്യവേഷകരെ ചൈന ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് അതിൻ്റെ ആത്മീയമായ പ്രാധാന്യവും പവിത്രതയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ
വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ചൈനീസ് സർക്കാർ ആരെയും കൈലാസമല കയറാൻ അനുവദിക്കുന്നതല്ല. പല മതസ്ഥരുടെയും വിശ്വാസങ്ങൾ ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിക്കുമ്പോൾ ആത്മീയതയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അങ്ങനെയുള്ള പർവ്വതത്തിൽ ഉണ്ടാകുന്ന നിഗൂഢതകളായി തന്നെ തുടരട്ടെ അല്ലേ. പുതിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.